നൈപുണ്യ പരിശീലനത്തിനായുള്ള ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന പദ്ധതിയുടെ നടത്തിപ്പിൽ വ്യാപക ക്രമക്കേട്. ആ പേര് പറഞ്ഞു വരുമ്പോൾ തന്നെ നാക്കുളുക്കും. നൈപുണ്യ പരിശീലനത്തിനുള്ള പരിപാടിയാണ് ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജന. വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിലാണ് ഓപ്പറേഷൻ സ്കിൽ ഗാർഡിലാണ് കണ്ടെത്തൽ. പദ്ധതി നിർവഹണ ഏജൻസികളാണ് തട്ടിപ്പ് നടത്തുന്നത്. തിരുവനന്തപുരത്തെ ഉന്നത ഉദ്യോഗസ്ഥൻ ഏജൻസിയിൽ നിന്ന് കൈക്കൂലി കൈപ്പറ്റിയെന്ന് കണ്ടെത്തി. വിജിലൻസ് കൂടുതൽ ബാങ്ക് അക്കൗണ്ട് രേഖകൾ പരിശോധിക്കും. ഹരിമോഹൻ, വലിയ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. അതും ദീൻദയാൽ ഉപാധ്യായയുടെ പേരിൽ കൊണ്ടുവന്ന ഒരു പരിപാടിയാണ്. ആരാണ് ഈ തട്ടിപ്പൊക്കെ നടത്തിയിരിക്കുന്നതായിട്ട് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്? അരുൺ, സംസ്ഥാന വ്യാപകമായ ഒരു തട്ടിപ്പ് തന്നെയാണെന്നുള്ളതാണ് വിജിലൻസിന്റെ മിന്നൽ പരിശോധനയിൽ തെളിഞ്ഞത്. ഓപ്പറേഷൻ സ്കിൽ ഗാർഡ് എന്നുള്ള പേരിൽ ഇന്നലെ രാവിലെ മുതൽക്ക് രാത്രി വരെ നീണ്ടുനിന്ന പരിശോധനയായിരുന്നു. 62 ഓഫീസുകൾ, അതായത് ഈ ദീൻദയാൽ ഉപാധ്യായ ഗ്രാമീൺ കൗശല്യ യോജനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പദ്ധതി നിർവഹണ ഏജൻസികളുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പരിശോധനയാണ്. അതിങ്ങനെ 62 ഓഫീസുകളിൽ പരിശോധന നടത്തി. ഈ പദ്ധതി നിർവഹണ ഏജൻസികളും ഉദ്യോഗസ്ഥരുമായി ചേർന്നുകൊണ്ട് തട്ടിപ്പ് നടത്തി എന്നുള്ളൊരു പ്രധാനപ്പെട്ട കണ്ടെത്തലിലേക്കാണ് വിജിലൻസ് എത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ പരിശീലനാർത്ഥികൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ഈ പരിശീലനം നൽകുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് അഡ്മിഷൻ നൽകിയത് വ്യാജമായിട്ട് കാണിക്കുന്നുണ്ട്. ഈ പരിശീലനം നൽകിയെന്ന് കാണിക്കുന്ന ചില ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ പരിശീലനാർത്ഥികൾക്ക് ജോലി ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ ശമ്പള സർട്ടിഫിക്കറ്റുകളൊക്കെ കാണിച്ചുകൊണ്ട് ഈ പണം മാറി വാങ്ങിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി. തിരുവനന്തപുരത്തെ ഇതിന്റെ സംസ്ഥാന ഓഫീസുണ്ട്. ആ ഓഫീസിലെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇക്കാര്യങ്ങൾ അറിഞ്ഞിട്ടും അതിന് കൂട്ടുനിന്നുകൊണ്ട് ഈ പണം മാറി നൽകുകയാണ് പദ്ധതി നിർവഹണ ഏജൻസികൾക്ക് എന്നുള്ളതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, പാലക്കാടൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ തട്ടിപ്പാണെന്നുള്ളതാണ് വിജിലൻസ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ് പ്ലേസ്മെന്റ് അലവൻസ് ഉണ്ട്, അതായത് ജോലി ലഭിച്ചതിന് ശേഷം പരിശീലനാർത്ഥികൾക്ക് ലഭിക്കേണ്ടുന്ന അലവൻസ് അടക്കമുള്ളവ ഈ പദ്ധതി നിർവഹണ ഏജൻസികൾ തട്ടിയെടുക്കുന്നു എന്നുള്ള ഒരു വ്യാപകമായിട്ടുള്ള കണ്ടെത്തൽ കൂടി, അല്ലെങ്കിൽ ആ ഒരു ആരോപണം അത് ശരിയാണെന്ന് കൂടി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ ഒരു പദ്ധതി നിർവഹണ ഏജൻസിയിൽ നടത്തിയിട്ടുള്ള ഒരു പരിശോധനയിൽ ദേശീയ ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ രജിസ്ട്രേഷൻ ഇല്ലാതെ പ്രവർത്തിക്കുന്നതായിട്ട് കണ്ടെത്തി. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ഒരു ഉദ്യോഗസ്ഥൻ ഒരു UPI മുഖേന തന്നെ ഒരു പദ്ധതി നിർവഹണ ഏജൻസിയുടെ ഡയറക്ടറിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്നുള്ള കണ്ടെത്തലിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ വരും ദിവസങ്ങളിൽ പരിശോധിച്ചുകൊണ്ട് കൈക്കൂലി വാങ്ങിയ ഉദ്യോഗസ്ഥരെ തെരഞ്ഞുപിടിക്കുക എന്നുള്ളതാണ് വിജിലൻസ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ നിർദ്ദേശങ്ങൾ വിജിലൻസ് മേധാവി ഇപ്പോൾ താഴ്ത്തട്ടിലേക്ക് നൽകിയിട്ടുണ്ട്. ഇന്നും പരിശോധന തുടരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അരുൺ, ഓക്കെ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്.